വെൽക്കം ബാക്ക് ടു യർ അനദർ കൂൾ വീഡിയോ ഓഫ് അക്ഷയ് ബ്രൈറ്റ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ പോകണം. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ബോറടിച്ച് പണ്ടാരടങ്ങി ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ കിട്ടുന്നത്. എന്തൊരു ട്രാഫിക്കാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി കുറച്ച് സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ 5:15 ആയപ്പോൾ ഞാൻ ഷോപ്പിലെത്തി. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ബുക്കും പെൻസിലൊക്കെയാണ് വാങ്ങാനുള്ളത്. മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാഗ് കാണുന്നില്ല. നിങ്ങൾ വിചാരിക്കും ബാഗൊക്കെ എങ്ങനെ ഒരാളുടെ നഷ്ടപ്പെടുകയെന്ന്. പക്ഷേ എനിക്കറിയില്ല ഗൈസ്, എൻ്റെ ബാഗ് ആരോ എടുത്തുകൊണ്ട് പോയി. ഒന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ എവിടെയും കൊണ്ട് വെച്ച് മറന്നായിരിക്കാം. അപ്പം കടയിൽ കയറിയപ്പോഴാണെങ്കിലും ഒടുക്കാത്ത കളക്ഷൻ. എൻ്റെ പൊന്ന് മക്കളെ, എന്ത് രസമായ ബാഗ്, ബുക്ക്, പെൻസില്. ചെറുപ്പം തൊട്ടേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. സീരിയസ്ലി ഈ ബോക്സ് ഉണ്ടോ നിങ്ങൾ? എന്തോ ഒരു പ്രത്യേക ഭംഗിയില്ല ഈ ബോക്സ് കാണാൻ. ഞാൻ കടയിൽ കയറിയപ്പോൾ ആദ്യം തന്നെ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സ് ലൈക്ക് വേറെ ഒന്നും അങ്ങനെ വലിയൊരു ട്രോളി പോലത്തെ ഒരു സാധനമായിട്ട് ഞാൻ എൻ്റെ നടപ്പ് തുടങ്ങി. എന്തൊക്കെ വാങ്ങണം എന്നെനിക്കൊരു ഐഡിയ ഇല്ല. കാണുന്നു, ഇഷ്ടപ്പെടുന്നു, സെലക്ട് ചെയ്യുന്നു, വാങ്ങുന്നു. പിന്നെ കുറേ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു, വെറൈറ്റി ടൈപ്പ് എസ്ട്രോനെറ്റ്, മങ്കി, രസമുള്ള റബ്ബറുകളൊക്കെ. ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ക്രൈസ് ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയില്ല, പെട്ടെന്ന് അതൊക്കെ കണ്ടപ്പം എനിക്ക് ഇത്രയും പ്രായമൊന്നും ഞാൻ നോക്കിയില്ല. ഞാനും വാങ്ങിച്ചു അങ്ങനത്തെ 2 റബ്ബർ. സീരിയസ്ലി പറയുകയാണെങ്കിൽ എൻ്റെ ബാഗ് പോയി. പക്ഷേ എൻ്റെ കയ്യിൽ വേറെ എക്സ്ട്രാ 2 ബാഗ് ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി ബാഗ് പോയ സ്ഥിതിക്കൊരു പുതിയ ബാഗ് വാങ്ങുന്നതല്ലേ അതിൻ്റെ ഒരു രസം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് +2 ഞാൻ ബാഗ് വാങ്ങിച്ചത്. +2 ബാഗ് വാങ്ങിച്ചിട്ട് ഞാൻ MBBS കയറി റിപ്പീറ്റ് ചെയ്തു. ആ സമയത്തൊന്നും എനിക്ക് ബാഗൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ടൊരു ബാഗ് വാങ്ങുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. കുഞ്ഞു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ 400 രൂപയ്ക്കോ 300 രൂപയ്ക്കോ ഒക്കെ. പക്ഷേ അതൊന്നും നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന പോലെ അല്ലല്ലോ ലൈക്ക് ഒരു വലിയ ബാഗ്. അതുകൊണ്ട് ഈ കടയിൽ കയറിയപ്പം അങ്ങനെ ഒരു ബാഗാണ് എനിക്കിഷ്ടപ്പെട്ട. അത് ഞാൻ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കപ്പിൻ്റെ കാര്യം പറയണ്ട, വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും പോകുന്നുള്ള കാര്യം ഉറപ്പ്. അതുകൊണ്ട് ഞാൻ പിന്നെ കപ്പിലേക്കൊന്നും നോക്കിയില്ല. പിന്നെ ഒരു ഇയറിങ് വാങ്ങിച്ചിരിക്കുന്നു ഞാൻ. കാരണം എനിക്ക് ചെവിയിലൊരു കുഞ്ഞൊരു ഓട്ടയുണ്ട്. സോ ഐ ജസ്റ്റ് തോട്ട് ഓഫ് ബൈയിങ് ദാറ്റ് കമ്മൽ. അതൊരു അസ്ഥികൂടത്തിൻ്റെ അത്. പിന്നെ ഈ മൾട്ടി കളർ പെന്ന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൾട്ടി കളർ പെന്ന്. എൻ്റെ ബുക്ക് കളർഫുൾ ആയിരിക്കണം. ഞാൻ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ, നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, അത് വായിക്കുന്ന ഒരാൾക്കാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ വാവ് ആ. പിന്നെ ഗൈസ് ഞാൻ പിന്നെ ബൂട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ബൂട്ടിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ എനിക്ക് ശരിക്കും ഡബിൾ മൈൻഡ്. അതായത് എനിക്ക് ശരിക്കും അറിയില്ല ഏത് ടൈപ്പ് ബൂട്ട് വാങ്ങണമെന്ന്. അപ്പോൾ ആരെങ്കിലും അറിയുന്ന ആൾക്കാരോടും കൂടെ ചോദിച്ചിട്ട് വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് പിന്നെ വാങ്ങിച്ചാൽ മതി. അതിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് 1000 സംതിങ് ആണ് ആ ബൂട്ടിൻ്റെ വില. പിന്നെ ഈ കണ്ണാടിയൊക്കെ കണ്ടോ എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു അടിപൊളി കണ്ണാടി. പക്ഷെ അതും ഏതോ ഒരു അലവലാതി കട്ടുകൊണ്ട് പോയി. ഹൗ ക്യാൻ ദേ? കണ്ണാടിയൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും നമ്മൾ വിചാരിക്കും, പക്ഷെ എടുത്തുകൊണ്ട് പോവും. അതാണ് റിയാലിറ്റി. നമ്മൾ വലിയൊരു മഞ്ഞ കവറായിട്ട് ഞാൻ പുറത്തേക്ക്. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? വി ഹാവ് ടു ഹാവ് സംതിങ്. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്തൊരു കട ഉണ്ട്, നമുക്ക് അവിടെ കയറിയിട്ട് കഴിക്കാം. ലൈക്ക് ഒരു ചായ, എന്തെങ്കിലും സാധാരണ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കടി. ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞൊരു ക്ഷീണിച്ചൊരു പരിവായിരിക്കുകയാണ്. സോ വി ആർ പ്ലാനിങ് ടു ഹാവ് എ ഷേക്ക്. അപ്പോൾ ഞാൻ ഒരു ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടെ എന്തെങ്കിലും കഴിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിശക്കുന്നുണ്ട് നന്നായിട്ട്. പക്ഷേ ഒരു പക്ഷിയല്ല, ഞാൻ എന്തെങ്കിലും കഴിക്കാം. ഒന്നും നോക്കിയില്ല, ഒരു ഷാർജ ഷേക്ക് ഓർഡർ ചെയ്തു. സത്യം പറയാതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് കൂൾ. എന്നിട്ട് ഞാൻ പിന്നെ അവിടുന്ന് ഇറങ്ങി നേരെ ഹോസ്റ്റലിലേക്ക്. ഇനിയിപ്പോൾ ഹോസ്റ്റലിലെത്തിയിട്ട് നമ്മൾ ആ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നോക്കുന്നതാണല്ലോ നമ്മൾ ആ ചടങ്ങ്. സോ ഗൈസ് ഇനി ഹോസ്റ്റലിൽ പോയിട്ട് നമുക്ക് നോക്കാം വാങ്ങിച്ച സാധനങ്ങളൊക്കെ. ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ലെറ്റ്സ് ഗോ ആൻഡ് ഓപ്പൺ അപ്പ് ദ തിങ്സ്. വാട്ട് എ ട്രെയിനിങ് ഡേ. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് വയ്യാണ്ടായി. ഞാൻ വിചാരിച്ചു ലൈക്ക് ഫുട്ബോളൊക്കെ കളിച്ച് വരുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ഷട്ടിൽ ഫുട്ബോളൊക്കെ കളിച്ച് വരുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്താ അല്ലേ ഒരു ക്ഷീണം.
പക്ഷേ എത്ര ക്ഷീണമുണ്ടെന്ന് പറഞ്ഞാലും പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അത് വേറെ തന്നെയാണ്. സോ ലെറ്റ്സ് ഓപ്പൺ ദ തിങ്സ് വിച്ച് വി ഹാവ് ബോട്ട്. കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ബില്ല് വന്നപ്പോൾ ഓൾമോസ്റ്റ് 1600 സംതിങ് അയക്കുന്നു. സോ ആദ്യം തന്നെ നമ്മുടെ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, ഒരു ബ്ലൂ ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അച്ഛനെ വിളിച്ച് നോക്കി, അച്ഛൻ ഏതാ എടുക്കുകയാണ്. അച്ഛൻ പറഞ്ഞു ബ്ലാക്കാണ് ക്ലാസ്സിൽ. പക്ഷെ എന്നാൽ കൂടി സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലൂ എടുത്തേനെ. പക്ഷേ ഈ ബ്ലാക്ക് ഞാൻ അയാളോട് ചോദിച്ചു ഈ ബ്ലാക്ക് ബാഗ് ഏതാണ്ട് സെയിം ഇതേ ഡിസൈൻ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അയാൾ ബാഗൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെ ഈ സിബൊക്കെ കണ്ടോ നിങ്ങൾ, ഈ ഗോൾഡൻ ടൈപ്പ് ഓഫ് ഫിനിഷിങ് ഈ സിബൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം കണ്ടോ നിങ്ങൾ, ഇൻസൈഡ് നല്ല രസമല്ലേ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് ബ്ലൂ മാറ്റി ഞാൻ ബ്ലാക്ക് എടുത്തു. ബ്ലാക്ക് ഒരു ക്ലാസിക് കളറും കൂടിയാണ്. പിന്നെ ഈ ഒരു ബുക്ക് സത്യം പറയാമല്ലോ, എൻ്റെ ബാഗ് അടക്കം ആരോ അടിച്ചുകൊണ്ട് എൻ്റെ ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതായത് കുറേ നോട്ടടക്കം ഞാൻ എഴുതി നല്ല അടിപൊളിയായിട്ട് നോക്കിക്കൊണ്ടിരുന്നായിരുന്നു ആ ബുക്ക്. പക്ഷേ എന്ത് ചെയ്യാനെന്ന് പറയാം, വിധിയാന്ന് തോന്നുന്നു. എൻ്റെ ആ ബുക്ക് പോയി. ബുക്കിൻ്റെ കൂടെയുള്ള 5 സബ്ജക്റ്റ് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഒരേ ഒരു നോട്ട്ബുക്കിലാണ്. ആ നോട്ട്ബുക്കും 5 സബ്ജക്റ്റിലെ എല്ലാ നോട്ടും പോയി. പിന്നെ കുറച്ച് നാളത്തേക്ക് പൂരം ഉഴപ്പായിരുന്നു ബുക്കില്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞു. ആ കാരണം പറഞ്ഞുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറേ ടൈമാകും. സോ നമുക്കിങ്ങനെ കുടങ്ങിടാം. ഇത്രയും സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത്രയും സാധനങ്ങൾക്കാണ് 1000 സംതിങ് റുപ്പീസ് ആയതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഒരു എക്സാം പാഡ് വാങ്ങിച്ചു. കാരണം എൻ്റെ എക്സാം പാഡ് ആരോ കട്ടുകൊണ്ട് പോയി. സോ എനിക്കറിയില്ല മക്കളെ, ഈ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ ഓരോന്നിങ്ങനെ കാണാണ്ടാവും. ഐ ഡോണ്ട് നോ ഹൗ, ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ. പിന്നെ കുറച്ച് A4 ഷീറ്റ് വാങ്ങിച്ചു. പണ്ടോട്ടേ എനിക്ക് A4 ഷീറ്റ് എഴുതി പഠിച്ചിട്ടാണല്ലോ ശീലമുള്ളത്. അതുകൊണ്ട് ഞാൻ A4 ഷീറ്റ് വാങ്ങിച്ചു. പിന്നെ ഒരു ചെറിയ കുട്ടി നോട്ട്ബുക്ക് വാങ്ങിച്ചു ഫോർ മൈ ലൈഫ് പ്രോഗ്രസ്, അതിന് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പെൻ, ഈ മൾട്ടി കളർ പെൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 2 ഹൈലൈറ്റർ, 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരെണ്ണം എടുപ്പ്, ഓക്കെ 2 അതാ 2 ഹൈലൈറ്റർ. പിന്നെ ഒരു സെറ്റ്, ഈ സെറ്റ് ഞാൻ വാങ്ങാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റിൻ്റെ വില വെറും 20 രൂപ. അപ്പോൾ 20 രൂപയ്ക്ക് ഇത് കണ്ടപ്പോൾ കളർ പെൻസില്, ക്രയോൺസ്, പെൻസില് വർത്തിട്ടാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രം വാങ്ങിച്ച സാധനം. പിന്നെ ഒരു സ്കെയില്. അവസാനം ബില്ല് വന്നപ്പോൾ 1635 രൂപ. പിന്നെ ഈ ബോക്സ് ഒരു പ്രത്യേക ഭംഗിയില്ലേ ഈ ബോക്സ് കാണാൻ? ഇല്ലേ, എനിക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഐ വാസ് ഫീലിംഗ് റിയലി ബാഡ്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അതായത് ഈ എഡിറ്റിങ്, ഇതിനു വേണ്ടി ടൈം കണ്ടെത്തുക, ഇറ്റ് വാസ് എ പാഷൻ ഫോർ മീ. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ. സോ പിന്നെ ഞാൻ കരുതി ലൈഫാണ്, നമുക്കിങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരാം, ചെറിയ പ്രോബ്ലംസ് കൂടാതെ വലിയ വലിയ പ്രോബ്ലംസ് വരാം. പക്ഷെ എന്ന് കരുതി അതിൻ്റെ മുന്നിൽ പകച്ചു നിന്നിട്ട് നമ്മുടെ ജീവിതം അയ്യോ എൻ്റെ ദൈവമേ ഇത്രയും അലമ്പായിപ്പോയി എന്ന് വിചാരിക്കുന്നതിൽ എത്രയോ ഭേദമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നത്. ഈവൻ ദോ നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ബട്ട് ദർ ആർ സോ മെനി പീപ്പിൾ ഇൻ ദിസ് വേൾഡ് ഹു ആർ ലീഡിങ് പൊട്ട ലൈഫ് ദാൻ us. പക്ഷെ എന്നാൽ കൂടി നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ, ബിക്കോസ് നമ്മുടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ആ പ്രോഗ്രാം നമ്മൾ മാറ്റണം. വി ഹാവ് ടു ചേഞ്ച് ഹൗ വി ഹാവ് പ്രോഗ്രാംഡ്. എന്നിട്ട് ജീവിതത്തെ ഒരു ചിരിയോടുകൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സെറ്റാകും. സോ സ്റ്റേ ട്യൂൺ ഫോർ യെറ്റ് അനദർ കൂൾ അമേസിംഗ് വീഡിയോ ഓഫ് അക്ഷയ് ബ്രൈറ്റ്. ഇപ്പം ഞാൻ പറയുന്നു ബൈ ബൈ.